ഓം നമോ നരസിംഹായ നമഃ. എൻ്റെ ഭഗവാൻ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നാരിലും നാരായ വേരിലും എല്ലായിടത്തുമുണ്ട്. പ്രഹ്ലാദൻ്റെ വാക്കുകൾ കേട്ട് ഹിരണ്യകശിപു കോപിഷ്ഠനാണ്. നിന്റെ ഭഗവാൻ ഈ തൂണിലുമുണ്ടോ? കാണട്ടെ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗദ കൊണ്ട് കൊട്ടാരത്തിൻ്റെ തൂണിൽ ആഞ്ഞടിച്ചു. തൂണ് വട്ടം കറങ്ങി ബ്രഹ്മാണ്ടം നടുങ്ങുന്ന ഓങ്കാര ശബ്ദത്തോടെ തൂണിനുള്ളിൽ നിന്നും നരസിംഹം അവതരിച്ചു. ദർശന മാത്രയിൽ എല്ലാവരും ഭയന്നു. എന്നാൽ ഹിരണ്യകശിപു തൻ്റെ ഭയം മറച്ചുകൊണ്ട് വാളുമായി ഭഗവാനെ സമീപിച്ചു. പ്രഭാതത്തിലും രാത്രിയിലും അല്ലാതെ ത്രിസന്ധ്യ സമയം ജനന മരണങ്ങളില്ലാത്ത നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ പിടികൂടി. അകത്തും പുറത്തും അല്ലാതെ കൊട്ടാരത്തിൻ്റെ വാതിൽപ്പടിയിൽ ആകാശത്തും ഭൂമിയിലും അല്ലാതെ തൻ്റെ മടിയിൽ മലർത്തിക്കിടത്തി. മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹാവതാരം 18 ആയുധങ്ങളും ഉപയോഗിക്കാതെ തൻ്റെ മൂർച്ചയേറിയ നഖം കൊണ്ട് മാറിടം പിളർന്നു. കുടൽമാല തൻ്റെ ശരീരത്തിൽ അണിഞ്ഞു. ഹിരണ്യകശിപുവിനെ വധിച്ചു. കോപാകുലനായ നരസിംഹം സിംഹനാഥം മുടക്കിക്കൊണ്ട് 4 ചുറ്റും നടന്നു. സർവ ലോകവാസികളും ഭയന്നു. ബ്രഹ്മാവും ലക്ഷ്മീദേവിയും തുടങ്ങി പലരും ഭഗവാന്റെ കോപം ശമിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാം നിഷ്ഫലമായി. അവസാനം ബ്രഹ്മദേവൻ പ്രഹ്ലാദനോട് പറഞ്ഞു, നീ ഭഗവാന്റെ കോപം ഇല്ലാതാക്കണം. പ്രഹ്ലാദൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രണമിച്ചു. തൽക്ഷണം ഭഗവാൻ പ്രഹ്ലാദനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മൂർധാവിൽ ചുംബിച്ചു. ശാന്തനായ പ്രഹ്ലാദനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ഭക്തനാകുക, ജീവിത വിജയം നേടുക. ജയ് ശ്രീകൃഷ്ണ.